ഹരേ കൃഷ്ണ മാധവൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷങ്ങളായി വിട്ടുമാറാത്ത കടുത്ത ശ്വാസം മുട്ടും നെഞ്ചുരോഗങ്ങളും കിതപ്പും കൊണ്ട് നരകയാതന അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി സാക്ഷാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തുന്ന കയർ വഴിപാടിൻ്റെ ഐതിഹ്യങ്ങളെ അറിയാമോ? വർഷങ്ങൾക്ക് മുമ്പ് കഠിനമായ ശ്വാസം മുട്ടലും ആസ്മയും വന്ന് ജീവൻ നിലനിർത്താൻ കഷ്ടപ്പെട്ട ഒരു ഭക്തനുണ്ടായിരുന്നു. ശ്വാസമെടുക്കാൻ പോലും ആകാതെ അദ്ദേഹം വല്ലാതെ വേദനിച്ചു. വലിയ വഴിപാടുകൾ നടത്താൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു. ഒടുവിൽ ഒരു കയറുമായി അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ നടയിലെത്തി പൊട്ടിക്കരഞ്ഞു. കരഞ്ഞു വിളിച്ച് ശ്വാസം മുട്ടിക്കൊണ്ട്, ഭഗവാനെ, ഗുരുവായൂരപ്പ, നിനക്ക് സമർപ്പിക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഭഗവാനെ. എൻ്റെ ഈ ശ്വാസനാളം പോലെയുള്ള ഈ ഒരു ചരട്, ഈ ഒരു കയർ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. എൻ്റെ ഈ കഠിനമായ ശ്വാസം മുട്ടൽ ഒന്ന് മാറ്റിത്തരണേ എൻ്റെ പൊന്നു ഗുരുവായൂരപ്പ എന്ന് അദ്ദേഹം ഉറക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ ഭക്തിയിൽ, പ്രാർത്ഥനയിൽ ഭഗവാൻ ആ വിളി കേട്ടു. അത്ഭുതമെന്ന് പറയട്ടെ, ആ ഭക്തൻ്റെ രോഗം പൂർണ്ണമായും ഭേദമായി. അദ്ദേഹം തൻ്റെ ഉയരത്തിലുള്ള കയർ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് നന്ദി പറഞ്ഞു. അന്നു മുതലാണ് സാധാരണക്കാരായ ഭക്തർക്കിടയിൽ ഈ വഴിപാടൊരു ആചാരമായി മാറിയത്. എന്നാൽ ഈ വഴിപാടിന് പിന്നിൽ ദ്വാപരയുഗത്തിലെ മറ്റൊരു രഹസ്യവുമുണ്ട്. അമ്പാടിയിൽ വെണ്ണക്കലങ്ങൾ തല്ലി പൊട്ടിച്ച ഉണ്ണിക്കണ്ണനെ ശിക്ഷിക്കാൻ കയ്യിലൊരു കയറുമായി അമ്മ യശോദ പിന്നാലെ ഓടിയ ആ മനോഹരമായ ദാമോദരലീല. ദ്വാപരയുഗം അമ്പാടിയിലെ ഉണ്ണിക്കണ്ണൻ്റെ കുറുമ്പ് അതിരു കടന്നൊരു ദിവസം വെണ്ണക്കലങ്ങൾ മുഴുവൻ തല്ലിപ്പൊട്ടിച്ച കണ്ണനെ ശിക്ഷിക്കാൻ യശോദാമ്മ തീരുമാനിച്ചു. കയ്യിലൊരു കയറുമായി കണ്ണൻ്റെ പിന്നാലെ ഓടി. കണ്ണ, നിൽക്കവിടെ, ഇന്ന് നിന്നെ ഞാൻ കെട്ടിയിടും. നിന്റെ കുസൃതിക്ക് ഇന്ന് ഒരു അവസാനം കാണും ഞാനെന്ന് യശോദാമ്മ പറഞ്ഞു. പക്ഷേ പ്രപഞ്ചനാഥനായ കണ്ണനെ ഓടിത്തോൽപ്പിക്കാൻ ആർക്കാണ് സാധിക്കുക? കണ്ണൻ മുന്നിൽ ചിരിച്ചു കൊണ്ടോടി. യശോദാമ്മ വിടാതെ പിന്നാലെ. വീടിന് ചുറ്റും ഒരുപാട് ദൂരെ ഓടി. പെട്ടെന്ന് യശോദാമ്മയുടെ കാലുകൾ ഇടറി. കഠിനമായി ഓടിയത് കാരണം അമ്മയ്ക്ക് ശക്തമായി ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. നെഞ്ചത്ത് കൈവച്ചു വായുവിനായി പിടഞ്ഞു. അമ്മ മുറ്റത്തിരുന്നു. കിതപ്പ് കാരണം അമ്മ വിയർത്തൊലിച്ചു. തൻ്റെ അമ്മ ശ്വാസമെടുക്കാൻ പോലുമാകാതെ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ മനസ്സലിഞ്ഞു. അമ്മയുടെ ആ ശ്വാസതടസ്സം മാറ്റാൻ വേണ്ടി ഭഗവാൻ ഓട്ടം നിർത്തി. അമ്മയ്ക്ക് സ്വയം പിടികൊടുത്തു. അമ്മ കൊണ്ടുവന്ന കയറുകൊണ്ട് ഭഗവാനെ ഉരലിൽ ബന്ധിച്ച നിമിഷം തന്നെ യശോദാമ്മയുടെ ശ്വാസം മുട്ടലും പൂർണ്ണമായി മാറി. അന്ന് യശോദാമ്മയുടെ ശ്വാസം മുട്ടൽ മാറ്റാൻ കണ്ണൻ കയറിന് മുന്നിൽ കീഴടങ്ങിയതുപോലെ പിന്നീട് വന്ന് ആ ഭക്തനെ അനുഗ്രഹിച്ച പോലെ ഇന്നും ലക്ഷക്കണക്കിന് ഭക്തർ തങ്ങളുടെ ശ്വാസകോശ രോഗങ്ങൾ മാറാൻ മരുന്നിന് പുറമെ കയർ വഴിപാട് നടത്തുന്നു. സ്വന്തം ശരീരത്തിൻ്റെ അളവിൽ കയറെടുത്ത് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ശ്വാസതടസ്സങ്ങൾ മാറി ഭഗവാൻ ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം. കാരണം ഇന്നും ഭഗവാൻ ഭക്തരുടെ സ്നേഹക്കയറിൽ കെട്ടുപിണഞ്ഞു കിടക്കാൻ ആഗ്രഹിക്കുന്ന അതേ ദാമോദരൻ തന്നെയാണ്. ഈ കയർ വഴിപാട് സത്യമാണ്. ഈ കയർ വഴിപാടിൻ്റെ മഹത്വം ഞാൻ വെറുതെ പറയുകയല്ല. ഇതേ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ എൻ്റെ മകന് വേണ്ടിയിട്ട് ഭഗവാൻ ഈ അത്ഭുതം കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.